ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ക്രിസ്മസിന് കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷം പകരാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണിൻ്റെ അത്രയും ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് റൈസ് ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഏകദേശം 2 കപ്പിൻ്റെ അത്രയും മൈദ എടുത്തിട്ടുണ്ട്. 2 ഫുള്ളായിട്ടില്ല, ഏകദേശം ഒരു 1.25 അത്ര കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം നമുക്ക്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് കുഴക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ശരിക്കും നല്ല ഹാപ്പി ആവും. എല്ലാവരും ക്രിസ്മസിൻ്റെ തലേന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ നമ്മളുടെ പാല് റൈസായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്ത് ഈ മൈദയിലിട്ട് കുറേശ്ശായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം കുഴച്ചെടുക്കണം നമുക്ക്, ഏകദേശം നമ്മളുടെ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെ. അപ്പം ഇതൊരു ബന്നിൻ്റെ റെസിപ്പിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം വേറെയും പല ബൻസിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ളൊരു മാവായിരിക്കും കേട്ടോ. കുഴച്ച് ചെയ്യുമ്പോഴേക്കും ഒന്ന് റെഡിയായി കിട്ടും. അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് മാവ്. ഇനി ഇതിൻ്റെ മേലെ കുറച്ചുകൂടി ഒലിവ് ഓയിൽ വരട്ട് നമുക്കിന്ന് വെക്കാം. ഇത് ഒലിവ് ഓയിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ യൂസ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് അടച്ച് വെച്ച് 1 മണിക്കൂറത്തേക്ക് വെക്കാം. അപ്പോൾ ഈ ഒരു നേരം കൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലും കൂടി ഇട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫില്ലിങ് റെഡിയാക്കണം. ഇവിടെ ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഏകദേശം 2 ടീസ്പൂണിൻ്റെ അത്രയും ബട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ബട്ടറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മൈദയാണ്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്ന റൂ എന്ന് പറയും ഇതിൻ്റെ ഈ ഫില്ലിങ്ങിന്. അപ്പം കുറേശ്ശെയായിട്ട് മൈദ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ടൊന്നും ഇല്ലാതെ നല്ലോണം മിക്സാക്കി എടുക്കണം. ഇതിൽ ഏകദേശം നമ്മൾക്ക് ഒരു 3 അല്ലെങ്കിൽ 4 ടീസ്പൂണിൻ്റെ അത്രയും മൈദ ആവശ്യം വരും കേട്ടോ. പക്ഷേ കുറേശ്ശെയായിട്ട് ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം ഇതിൻ്റെ ഈ മിക്സ്. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം ഈ ഒരു ബട്ടറിൻ്റെ മിക്സ് കുറച്ച് തിക്കായിട്ട് വരുന്നവരെ, അതാണ് ഇതിൻ്റെ ഒരു കണക്ക് കേട്ടോ. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് ഏകദേശം ഒരു കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് 1/2 ഗ്ലാസ് പാലാണ്. കുറേശ്ശെയായി ഇതുപോലെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. നമ്മൾ പാല് പെട്ടെന്ന് ഒഴിക്കുമ്പോൾ മൊത്തമായിട്ടൊന്നും കട്ടായി തുടങ്ങും, അത് കുഴപ്പമില്ല, നല്ലോണം മിക്സാക്കി എടുത്താൽ മതി. വീണ്ടും ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പിൻ്റെ അത്രയും പാലെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ മിക്സ് ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കുറച്ച് മൊസറല്ല ചീസാണ് കേട്ടോ. മൊസറല്ല ചീസും കൂടി ഇട്ട് നല്ലോണം ഇത് ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ലൊരു ചീസി കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ ഈ ഒരു മിക്സിന് ഉണ്ടാവുക, ഇതുപോലെ തന്നെ ഉണ്ടാവുക. പിന്നെ ഇത് തണുക്കുമ്പോൾ നല്ല ഒരു കുറച്ചും കൂടി കട്ടിയാവും കേട്ടോ. അതുകൊണ്ട് ഈ കൺസിസ്റ്റൻസി തന്നെ വെക്കാൻ നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കുറച്ച് ഉപ്പാണ്. അപ്പോൾ നിങ്ങൾ ബട്ടറൊക്കെ ഇടുമ്പോൾ ഉപ്പുള്ള ബട്ടർ ഇടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണിൻ്റെ അത്രയും ചീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ള മൊസറല്ല ചീസ്, പറയാൻ വിട്ടുപോയി. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്രയും പെപ്പർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇട്ടെടുത്തതിന് ശേഷം ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇത് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങാണിത്. ഇത് നമ്മളുടെ ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ചൂടുകൊണ്ട് വീണ്ടും അത് തിക്കായി കിട്ടും. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മളുടെ മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമുക്കൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നല്ലോണം പഫിയായി പൊന്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല സ്റ്റിക്കിയൊന്നും ഇല്ലാതെ നല്ലൊരു പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതുപോലത്തെ ഒരു പീസായി എടുത്ത് നല്ലൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിപ്പോൾ 3 ആയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. ആ മാവിനെ 3 ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഒന്നെടുത്ത് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ഫില്ലിങ്ങൊക്കെ ഉള്ളിൽ വെച്ചതിന് ശേഷം ആലു പൊറോട്ടയൊക്കെ കവറാക്കി എടുക്കുന്ന പോലെ തന്നെ നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. വീണ്ടും ഇതിന് ബോൾ ഷേപ്പ് കൊടുക്കാം കേട്ടോ.
അപ്പം നമ്മൾ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾ പരത്തിയെടുക്കുമ്പോൾ നന്നായി അമർത്തിയിട്ട് പരത്തി കൊടുക്കരുത്, സോഫ്റ്റായിട്ട് ചെയ്യുക കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ തന്നെ സ്ലോ ആക്കിയിട്ട് മെല്ലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആദ്യത്തെ ബോൾ ഇവിടെ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. പൂരിയേക്കാളും കുറച്ചുകൂടി വലുപ്പത്തിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് ഫില്ലിങ്ങൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ ഞാനൊരു ഫോയിലിൻ്റെ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത റൗണ്ടും കൂടി ഇതുപോലെ തന്നെ വലുതാക്കി എടുക്കാം. ഇതിന് നമ്മൾ ഒരു അടയുടെ ഷേപ്പാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ മിഡിലായിട്ട് നമുക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളത് സാൻഡയുടെ ഹെഡാണ്. ഇനി നമ്മൾ അടുത്ത സാൻഡയുടെ താടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം സെപ്പറേറ്റ് ആക്കി ഉണ്ടാക്കി നമ്മളിതിനെ അസംബിൾ ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം അമർത്തിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നടുക്ക് മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളത് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം നമുക്ക്. അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ താടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതുപോലെ തന്നെ സൈഡിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും, ഇളകിപ്പോവും പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് സ്ട്രിങ് പോലെയായിട്ട് നമുക്കൊന്ന് വലിച്ചെടുക്കാം ആദ്യം. എന്നിട്ടൊന്ന് ടേൺ ചെയ്തിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ സാൻഡയുടെ ഹെഡും താടിയും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ മൂന്നാമത്തെ ബോൾ ഉണ്ടല്ലോ, അത് നമുക്ക് വലുതാക്കിയെടുക്കാം. അത് കുറച്ച് വലുപ്പത്തിൽ നല്ലോണം പരത്തിയെടുക്കാം കേട്ടോ. ഏകദേശം ഒരു ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ വലുതാക്കി ഒന്ന് പരത്തിയെടുക്കാം. അപ്പം അധികം നേരിയതായി പോകരുത്, ഇതുപോലെ തന്നെ കുറച്ച് വലുപ്പത്തിലാക്കിയെടുക്കാം. അപ്പം ഇതുപോലെ കുറച്ച് വലുതായിട്ടുള്ള ഒരു റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു സ്ക്വയർ ഷേപ്പ് കൊടുക്കണം. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നമുക്കൊരു സ്ക്വയർ ഷേപ്പ് ആക്കിയെടുക്കാം. അപ്പം ഈ ഒരു വലുപ്പം മതി നമുക്ക്. ഇനി ഇതിലേക്കും നമ്മളുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് ഒന്ന് വെച്ച് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ട്രയാങ്കുലർ ഷേപ്പാക്കി എടുക്കണം, സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്തിട്ട്. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ച് എല്ലാ സൈഡും ഒന്ന് നല്ലോണം പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു എൻഡ് നല്ലോണം ഒന്ന് കുറച്ച് വലിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ സാൻഡയുടെ ഹാറ്റാണ്. അപ്പോൾ ഹാറ്റും സൈഡിൽ നല്ലോണം പ്രസ് ചെയ്ത് പിൻ ചെയ്ത് വെക്കാം, വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ. ഇനി നമ്മൾ ബാക്കി വന്ന ആ മാവുണ്ടല്ലോ, അതിനെ നമുക്ക് ചെറിയ ബോൾസാക്കി എടുക്കണം. അപ്പോൾ ഇതിലാണ് നമ്മൾ അതിൻ്റെ കണ്ണും അതുപോലെ നോസും ഒക്കെ ഉണ്ടാക്കേണ്ടത്. അപ്പം ആദ്യത്തെ ബോൾ എടുത്തിട്ട് നമുക്ക് ആ ഹാറ്റിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്കതിൻ്റെ ഫേസ് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. കണ്ണും അതുപോലെ മീശയും ഒക്കെ നമുക്ക് ആക്കിയെടുക്കണം. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇൻ കേസ് നിങ്ങളുടെ മാവ് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം നനച്ച് ഇതിവിടെ എങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മീശയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വലിയ ഒരു ബോളും കൂടി ഉണ്ടാക്കി നമുക്കിതിൻ്റെ നോസ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളുടെ സാൻഡ്? നല്ല സ്റ്റൈലില്ല കാണാൻ. അപ്പോൾ നമ്മളുടെ സാൻഡ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹാറ്റ് നമുക്കൊന്ന് വേർതിരിക്കാൻ വേണ്ടി ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് മേലെ. അപ്പം ഇത് ഞാൻ ഒരു റെഡ് കളർ വെച്ച് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തുനിന്ന് ആ വീഡിയോ മിസ്സായിപ്പോയി. ഇത് നമുക്കൊരു 180 ഡിഗ്രിയിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്കം. നല്ല ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ കുട്ടികളും നല്ല ഹാപ്പി ആവും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സാൻഡാമാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ എൻ്റെ മെറി ക്രിസ്മസ്.